ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സ് വീഡിയോസ് അതുപോലെ ലോങ് വീഡിയോസ് ഇവയെല്ലാം കൂടി നിങ്ങളുടെ ചാനലിൽ ചെയ്യുന്നവർക്ക് ഇപ്പോൾ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് വീഡിയോസ് കൂടി ഷോർട്സ് വീഡിയോസിൻ്റെ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറച്ചായി എങ്കിലും ഇത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ ഇപ്പോൾ ഇവിടെ ഈ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് വീഡിയോസ് എന്ന ഒരു ടാബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ഫയൽസ് എന്ന ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നിന്നും നമ്മുടെ ഫയൽ, അതായത് നമ്മുടെ ഷോർട്സ് വീഡിയോ, ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു ഷോർട്സ് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വാട്സപ്പ് ന്യൂ ഫീച്ചർ എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഹാഷ് എന്ന് കൊടുത്തതിന് ശേഷം മലയാളം ഷോർട്സ് വാട്സപ്പ് ടിപ്സ് മലയാളം, ഇത്തരത്തിലുള്ള കുറച്ച് ഹാഷ്ടാഗ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ഇത് ഞാൻ കോപ്പി ചെയ്ത് ഇതുപോലെ ഇവിടെ താഴേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷോർട്സ് വീഡിയോ ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് സിസ്റ്റത്തിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മൊബൈലിൽ നിന്നെല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈലിൽ ഇതുപോലെ പ്ലസ് ഐക്കൺ എല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഷോർട്സ് എന്നതിൽ പോയാൽ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്രകാരം എല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ഇതൊരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് വേണ്ട ടാഗ്സ് എല്ലാം ഇവിടെ നമുക്ക് കൊടുക്കാം. ഇപ്രകാരം നമ്മൾ കുറച്ച് ടാഗ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇത് അടുത്ത പേജിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ആഡ് സ്യൂട്ടബിലിറ്റി എന്നത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നൺ ഓഫ് ദി എബവ് എന്ന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് റേറ്റിംഗ് എന്ന് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഒരു അവസാന പേജിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ സ്കെഡ്യൂൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഏത് സമയത്താണ് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഇന്ന് ഒരു 4 മണിക്കാണ് വെക്കുന്നത്. അപ്പോൾ 4 PM ഇത് സെറ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഞാൻ ഇത് ഇന്നേ ദിവസത്തെ 4 PM എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്കെഡ്യൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണുന്നതിന് വേണ്ടി ഇവിടെ കണ്ടന്റ് എന്ന ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ വീണ്ടും ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. റിലേറ്റഡ് വീഡിയോ എന്നൊരു ഓപ്ഷനാണ് ഇവിടെ ലഭിക്കുക. ഇനി ഇവിടെ ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ ഈ ഒരു ഷോർട്സ് വീഡിയോയുടെ കൂടെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും ഇവിടെ താഴേക്ക് വരുന്നുണ്ട്. അതിനാൽ തന്നെ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയുമായി പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ അത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കാകുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഇത് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ താഴെയായി ഒരു ലിങ്ക് വന്നിരിക്കുന്നത് കാണാം. അതായത് നമ്മുടെ ലോങ് വീഡിയോസിലേക്ക് പോകുന്നതിനുള്ള ലിങ്കാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ ഷോർട്സ് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാം കാണണമെങ്കിൽ, അതായത് ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ലോങ് വീഡിയോ എല്ലാം കാണണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലോങ് വീഡിയോ കൂടി കാണാൻ സാധിക്കും. ഇപ്രകാരമാണ് നമ്മൾ ഷോർട്സ് വീഡിയോസിൻ്റെ കൂടെ നമ്മുടെ ലോങ് വീഡിയോസ് കൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ ലോങ് വീഡിയോസിലേക്ക് അതുപോലെ ഷോർട്സ് വീഡിയോസിലേക്ക് ഇവ രണ്ടിലേക്കും നല്ല വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഷോർട്സ് വീഡിയോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ കൂടുതലായി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മുഴുവനായ വീഡിയോ എല്ലാം കാണണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് നിങ്ങളുടെ ഫുൾ വീഡിയോ എല്ലാം കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്